നമസ്കാരം. ഒടുവിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത ആഘാതത്തിൻ്റെ വിലയിരുത്തൽ CPIM ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. തിരിച്ചടി നേരിട്ട അണികളെ, മികച്ച പ്രതിപക്ഷ നേതൃത്വത്തിന് അർഹതയുള്ള ജനങ്ങളെ നിരാശരാക്കും വിധം വൈകി, പക്ഷേ അവർ ആഴത്തിൽ പഠിച്ചു എന്നതിൽ അണികൾക്കും പൊതുസമൂഹത്തിന് സന്തോഷിക്കാം. അപ്പോഴും അപ്പോൾ ജനതയോട് സംവദിക്കേണ്ട പ്രതിപക്ഷം എന്ന നിലയിൽ അത് ചെയ്യുന്നുണ്ടോ? പഴയകാല ശൈലിയിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഫലപ്രദമാണ് എന്നതൊക്കെയുള്ള ചർച്ചകളും സമാന്തരമായി നടക്കേണ്ടതുണ്ട്. ആത്യന്തികമായി CPM ഒരു പരിശോധന ഗൗരവപൂർവ്വം നടത്തുന്നു, ഇനിയും അതിൻ്റെ തുടർച്ചകൾ ഉണ്ടാകുന്നു എന്ന് ജനങ്ങൾക്ക് മുന്നിൽ വീഴ്ചകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ ജീവികളായ വോട്ടർമാർക്ക് ആഹ്ലാദകരമാണ്. കാരണങ്ങൾ കണ്ടെത്തി ഇനി സമൂലമായ തിരുത്തൽ അനിവാര്യമായിരിക്കുന്നു. ഈ തിരുത്തുമെന്ന് പറഞ്ഞ തെറ്റുകൾ എന്തൊക്കെയാണ്? അക്കാര്യത്തിൽ ശുഭപ്രതീക്ഷയുണ്ടോ? നേതൃത്വം കൈ കഴുകുകയാണോ ചെയ്തത്? തിരുത്തൽ ഏതുവരെ വേണം? പാർട്ടിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള 5 കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഏറ്റവും ശ്രദ്ധേയമായ ഈ തിരുത്തൽ വരുത്തും എന്ന് വീഴ്ചകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സംസ്ഥാന നേതൃത്വം പൊതുസമൂഹത്തോട് പറയുന്ന സാഹചര്യത്തിൽ അവർ എടുത്ത ഒരു സുപ്രധാനമായ തീരുമാനം, ഒരുപക്ഷെ ചരിത്രത്തിൽ അപൂർവമായൊരു തീരുമാനം കൂടിയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അവസാനവും നോക്കാം. 5 കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് അവർ മുന്നോട്ട് വെക്കുന്നത് വെള്ളാപ്പള്ളിയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വെള്ളാപ്പള്ളി രാസത്വരകമായി പ്രവർത്തിച്ചു തുടങ്ങിയ ഘട്ടത്തിൽ അതിശക്തമായി അതിനെ എതിർത്ത ആദ്യ സംഘടന രാഷ്ട്രീയ പാർട്ടി CPM ആണ്. അന്ന് VS അച്യുതാനന്ദൻ മുതൽ പിണറായി വിജയൻ വരെ പരസ്യമായി അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു. എന്നാൽ പിണറായി വിജയൻ 2ാം തവണ മുഖ്യമന്ത്രിയായതിനു ശേഷം മാന്യമായ ഭാഷ ഉപയോഗിക്കാനും കക്ഷി രാഷ്ട്രീയവും ആയ വിഷയങ്ങളിൽ രാഷ്ട്രീയ പ്രതികരണങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാനും ആരംഭിച്ചതായി ജനത്തിന് സംശയം തോന്നി വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ. അതിൻ്റെ തുടർച്ചയായി മന്ത്രിമാരും അവരവരുടെ വകുപ്പ് കാര്യങ്ങൾ മാത്രം നോക്കി പോരുന്ന ബ്യൂറോക്രാറ്റുകളെ പോലെ സമൂഹത്തിന് മുന്നിൽ പെരുമാറി. ഈ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ മന്ത്രിമാരടക്കമുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളുടെ സ്വഭാവം പാർട്ടി അണികളെ പോലും അതിശയിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മൾ തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞതാണ്. അപ്പോഴാണ് വെള്ളാപ്പള്ളിയുടെ ഇടപെടലുകളും അതിനൊപ്പം വരുന്നത്. പ്രതിപക്ഷം അതിൻ്റെ ആഴത്തിലെടുത്ത് പ്രയോഗിക്കാനും തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ആ ഘട്ടത്തിൽ പാർട്ടി നൽകേണ്ട വിശദീകരണം ഒരു ഘട്ടത്തിലും നൽകിയതുമില്ല. ജമാഅത്തെ ഇസ്ലാമി അടക്കം UDF പക്ഷത്തേക്ക് മാറി എന്നതും തിരിച്ചറിയാതെ അക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കാൻ ഇടതുപക്ഷം മറന്നു, അല്ലെങ്കിൽ ആ പ്രതികരണങ്ങൾ നടത്തിയില്ല. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്ക് രാഷ്ട്രീയ മറുപടി നൽകുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് യഥാർത്ഥ വിശകലനം. ഭരണമികവ് മാത്രം പറഞ്ഞുള്ള പ്രതിരോധവും അതിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് എത്തിയപ്പോൾ പാളി. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പരിശോധനയിൽ അത് തിരിച്ചറിയുകയാണ് CPM. MV ഗോവിന്ദൻ മാഷ് അത് വിശദീകരിക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി നടേശ നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ പാർട്ടി തള്ളിക്കളഞ്ഞിരുന്നു. SNDP ശ്രീനാരായണീയ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും പാർട്ടി നിലപാട് ശക്തമായി സ്വീകരിച്ചിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് വെള്ളാപ്പള്ളി നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയെ പ്രതിരോധിച്ചില്ല ശക്തമായി എന്ന പൊതു അവബോധം ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ ഉണ്ടായി. ഇത്തരത്തിൽ രൂപപ്പെട്ട സംശയത്തെ ദൂരീകരിക്കുന്ന തരത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നതിൽ പാർട്ടിക്ക് പോരായ്മയുണ്ടായി എന്നാണ് CPM വിലയിരുത്തിയതായി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അതായത് വെള്ളാപ്പള്ളിയുടെ പ്രശ്നത്തിൽ, സമൂഹം ചർച്ച ചെയ്ത പ്രശ്നത്തിൽ എടുത്ത സമീപനം പാളിപ്പോയി എന്നർത്ഥം. എന്നാൽ പാർട്ടി എന്നതിന് മേലെ ഇക്കാര്യത്തിൽ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികളുടെ നിലപാടുകൾ പാർട്ടിയെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കാഴ്ചപ്പാട് പാർട്ടി കാഴ്ചപ്പാടിന് മേലെ വന്നോ? അങ്ങനെയുണ്ടായ വീഴ്ചകളുടെ ഒരു തുടർച്ചയാണോ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലുണ്ടായത്? നേതൃതലം വരെ തിരുത്തൽ അനിവാര്യമായ തെറ്റാണ് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടായത് എന്ന തിരിച്ചറിവോടുകൂടി പാർട്ടി തിരുത്തലിന് തയ്യാറാവുക എന്നുള്ളതാണ് പ്രധാനം. അടിത്തട്ട് ജനതയെ അതിൻ്റെ അന്തസത്തയായ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായുള്ള പ്രതികരണങ്ങളിലേക്ക് കടക്കും. അത് ഈ ഭരണ നേതൃത്വത്തിലായിരുന്നതിൻ്റെ തുടർച്ചയായി അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് കടന്നില്ല എന്നുള്ളതാണ് ഇതുണ്ടാക്കിയ ഗുരുതരമായ പ്രത്യാഘാതത്തിൻ്റെ കാരണം. ഇനി രണ്ടാമത്തേത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ്. ശബരിമലയെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കേരളത്തിൻ്റെ ഒരു നടപടി, ഭരണ നീക്കം എന്ന നിലയിൽ മികച്ച ആശയമായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ, അതും ഇടതുപക്ഷ സർക്കാർ, അയ്യപ്പ സംഗമത്തെ പിന്നീടുണ്ടായ സാഹചര്യങ്ങളോട് ചേർത്ത് വെച്ച് കൈകാര്യം ചെയ്ത രീതിയിൽ വലിയ വീഴ്ചകളുണ്ടായി. മികച്ചൊരാശയത്തെ മൃദു ഹിന്ദുത്വ പ്രീണനം എന്ന ആരോപണത്തോട് ചേർത്ത് വെച്ച് വായിക്കും വിധത്തിലായി പരിപാടിയുടെ പരിണാമം. അത്തരത്തിലുള്ള സംശയങ്ങൾ വന്നപ്പോൾ അത് ദൂരീകരിക്കാനുള്ള നീക്കങ്ങളുണ്ടായില്ല. അതിൽ മുഖ്യ പങ്കുവഹിച്ചത് പരിപാടിയിലേക്ക് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചതും അതിന് പിന്നാലെ വലിയ സംഭവമായി യോഗിയുടെ ആശംസ വായിക്കുകയും ചെയ്തതൊക്കെയാണ്. യോഗിയുടെ ആശംസ വായിച്ചത് ജനം കേട്ടത് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ കേവലമായ മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, സംഘപരിവാറിൻ്റെ ദേശീയ മുഖം എന്ന നിലയിലാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് എതിർപ്പുകൾ ഉയർന്നതും. അതിനെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിക്കോ ഗവൺമെൻറ്റിനോ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞതോടെ, ആ പരിപാടി കഴിഞ്ഞതോടെ കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് പോയത്.
പക്ഷേ ജനങ്ങളിലേക്ക് ആശയവ്യക്തത കൊടുക്കാനും ഇതിൽ തങ്ങൾക്ക് ദുരുദ്ദേശമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കുന്നതിനും പാർട്ടിയെ സംബന്ധിച്ച് ദുരുദ്ദേശം ഇല്ല എന്ന് വ്യക്തമാക്കുന്നതിനും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ റിസൾട്ടിൽ വ്യക്തമായി അത് CPM മനസ്സിലാക്കുന്നു എന്നാണ് ഈ തിരുത്തൽ നടപടിയുടെ ആദ്യ അവലോകന വിശദീകരണത്തിൽ മനസ്സിലായത്. മൂന്നാമത്തേത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ഈ സ്വർണ്ണക്കൊള്ളയിൽ ഒരുപക്ഷെ CPMന് പ്രതിരോധം തീർക്കേണ്ട സാഹചര്യം ആദ്യഘട്ടത്തിൽ ഉണ്ടായെങ്കിലും പിന്നീട് അതിലേക്ക് രാഷ്ട്രീയത്തിനതീതമായി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടുന്നതായി അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മനസ്സിലായി. BJPയുടെ തന്നെ സംഘടനാ ഭാരവാഹികളടക്കം, പാർട്ടി എന്നുള്ള നിലയിലല്ല മറ്റ് അനുബന്ധ സംഘടനാ ഭാരവാഹികളടക്കം അതിൽ പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്നു. സ്വർണ്ണക്കൊള്ളയിൽ CPM പക്ഷേ പ്രതിരോധത്തിലാകാൻ ഒരൊറ്റൊരു കാരണമേ ഉള്ളൂ. അത് പത്മകുമാറിനെതിരായി പാർട്ടി തലത്തിൽ നടപടി സ്വീകരിക്കുന്നതിലുണ്ടായ വീഴ്ചയാണ്. CPM ഇപ്പോഴത് തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പോഴും പാർട്ടി അതിൻ്റെ ആദ്യകാല ശൈലികൾ, പാരമ്പര്യ ശൈലികൾ പിന്തുടരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദുരന്ത മുഖമാണ് പത്മകുമാറിനെതിരായ നടപടിക്കാര്യത്തിൽ ഉണ്ടായത്. ഗുരുതരമായ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പാർട്ടിയുടെ ഒരു പ്രധാന നേതാവ്, ആ നേതാവിനെതിരെ അടിയന്തര നടപടി എടുക്കുക എന്നുള്ളതാണ് ജനം പ്രതീക്ഷിക്കുന്നത്. പാർട്ടി മെമ്പർമാരുടെ കാര്യമല്ല, പൊതുജനത്തിൻ്റെ കാര്യം. പക്ഷെ പതിവ് രീതിയിലുള്ള സാങ്കേതികത്വത്തിൽ കുറ്റപത്രമൊക്കെ വരട്ടെ, അതിൽ കുറ്റമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെ നടപടിയെടുത്ത് പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലുള്ള വിശദീകരണങ്ങളിലേക്ക് പാർട്ടി കടന്നു. മുകേഷിൻ്റെ കേസ് വന്നപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു. അദ്ദേഹം പാർട്ടി മെമ്പർ ആയിരുന്നില്ല, മറ്റ് തലത്തിൽ നിന്ന് മാറ്റി നിർത്താം എന്നൊക്കെയായിരുന്നു. ഒരുപക്ഷെ പാർട്ടിയെ മനസ്സിലാക്കുന്ന പാരമ്പര്യമായി രീതികൾ പിന്തുടരുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും എന്നുള്ളതല്ലാതെ പുതിയ തലമുറയ്ക്ക് എന്ത് സാങ്കേതികത്വം, എന്ത് വിശദീകരണം എന്നുള്ളതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു FIR അടക്കം വരുമ്പം പാർട്ടി നേതൃത്വത്തിൽ നിന്നോ അയാളുടെ ഭാരവാഹിത്വത്തിൽ നിന്നോ ആളെ മാറ്റി നിർത്തുക എന്നുള്ള പ്രാഥമിക കാര്യങ്ങൾ ചെയ്യണം. ഇനി അങ്ങനെ ഒരു സംവിധാനം പാർട്ടിക്കില്ല, അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാലത്ത് വേണ്ടത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കേസ് വന്നപ്പോൾ കോൺഗ്രസ് സാങ്കേതികമായി ഒരു സസ്പെൻഷനിലൂടെ കോൺഗ്രസിൻ്റെ തടി രക്ഷിച്ചു. എന്നാൽ പാർട്ടി സംവിധാനം ഒന്നാകെ, അതിൻ്റെ ഒരു ഭൂരിഭാഗം VD സതീശനോ ചെന്നിത്തലയോ അല്ലാതെ ബാക്കി സംവിധാനം ഒന്നാകെ അയാൾക്കൊപ്പം നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ പാർട്ടിക്കതിൽ ഉത്തരവാദിത്തമില്ല. എന്തുകൊണ്ടാണ്? പുറത്താക്കി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പത്മകുമാറിനെ പാർട്ടി സാങ്കേതികമായി പുറത്താക്കിയില്ലെങ്കിലും അകറ്റി നിർത്തി എന്ന് ബോധ്യപ്പെടുന്ന മട്ടിലേക്ക് എത്തി എങ്കിലും പുറത്താക്കിയില്ല എന്നുള്ളത് പൊതുജനത്തിന് സംശയമുണ്ടാക്കിയ കാര്യമാണ്. ഭാവിയിലേക്കുള്ളൊരു പാഠമായി ഇതിനെ മാറ്റും എന്ന് നമുക്ക് കരുതാം. നാലാമത്തേത് പൊതുരാഷ്ട്രീയത്തിൽ CPM നിലപാടുകളിലെ വീഴ്ചയാണ്. അതിൻ്റെ തുടർച്ച ഇപ്പോഴും ഉണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ആരംഭിക്കുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സൂക്ഷ്മ ശ്രദ്ധ അതിൽ പാലിക്കാമായിരുന്നു, പക്ഷേ പിഴവുകളുണ്ട്. പയ്യന്നൂർ, തളിപ്പറമ്പ് മുതലായ സ്ഥാനാർത്ഥിത്വങ്ങളിൽ വീഴ്ച പറ്റി പൊന്നാനി വരെ ഈ കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. ഇതിൽ പയ്യന്നൂരും തളിപ്പറമ്പും അടക്കം സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്നുമുണ്ട്. വിപുലമായ ആലോചനകൾക്ക് അത് വിഷയമാക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് CPMന് അസാധാരണമായി മാത്രം ലഭിക്കുന്ന KK ശൈലജ ടീച്ചർ പോലുള്ള ഒരു നേതൃത്വം, അത് മാറിയ കാലത്ത് ആ നേതൃത്വത്തെ ഉപയോഗിക്കുന്നതിന് പകരം അവരെ ഓരോ ഘട്ടത്തിലും മാറ്റി നിർത്തുന്നതായി പൊതുമധ്യത്തിൽ തോന്നുന്ന വിധത്തിലുള്ള നടപടികൾ ഉണ്ടാവുന്നു. ഇലക്ഷനിലും അവരുടെ സ്ഥാനാർത്ഥിത്വം അവരുടെ മണ്ഡലത്തിൽ നിന്ന് മാറ്റി മറ്റൊരു മണ്ഡലത്തിൽ തോൽക്കും എന്ന് ഉറപ്പുള്ളൊരു മണ്ഡലത്തിലേക്ക് മാറ്റുന്നു. അത്തരം നടപടികൾ തുടർച്ചയായി ഉണ്ടായി. മറുഭാഗത്തോ PK ശ്യാമളയെ പോലുള്ളവർ സ്ഥാനാർത്ഥിത്വം നേടി. PK ശ്യാമള സ്വതന്ത്ര വ്യക്തി എന്ന നിലയിൽ സ്ഥാനാർത്ഥിത്വത്തിന് അർഹയായിരിക്കാം. എന്നാൽ സംസ്ഥാന സെക്രട്ടറി ഒഴിയുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിയാക്കപ്പെടുന്ന ഭാര്യ എന്ന വിമർശനം ഉയരുന്ന ഒരു കാര്യം അവിടെ ഉണ്ട് എന്ന് പാർട്ടിക്ക് പരിഗണിക്കേണ്ട കാര്യമായിരുന്നു. പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് ആരോപണത്തിൽ രൂപപ്പെട്ട വൈകാരിക സാഹചര്യം പാർട്ടി കണക്കിലെടുത്തില്ല. TI മധുസൂദനൻ തന്നെ വരുമ്പോൾ അതുണ്ടാക്കാനിടയുള്ള എതിർവികാരം തിരിച്ചറിഞ്ഞില്ല. ഇത്രയും സുപ്രധാന കാര്യങ്ങൾ പോലും പരിഗണിച്ചില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതോടൊപ്പം മുതിർന്ന നേതാക്കളുടെ അടക്കം കാര്യത്തിൽ കരുതൽ പാലിക്കുന്നില്ല എന്നത് ഗൗരവതരമായി പരിഗണിക്കേണ്ട പ്രശ്നമായി നിലനിൽക്കുന്നു. ഭാവിയിൽ വലിയ തോതിൽ പാർട്ടിക്കെതിരെ ബാധിക്കാനിടയുള്ള പ്രശ്നമായി നിലനിൽക്കുന്നു. പയ്യന്നൂരും തളിപ്പറമ്പിലുമൊക്കെ ആരെ നിർത്തിയാലും ജയിക്കും എന്ന പഴയ കാഴ്ചപ്പാട് അട്ടിമറിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. മാറിയ കാലത്ത് പരമ്പരാഗത സമീപനം വോട്ടർമാർ ഉപേക്ഷിച്ചു. ജനത്തിന് ബോധ്യമില്ലാത്ത ഒരു കാര്യത്തിലും പിന്തുണ പ്രതീക്ഷിക്കേണ്ട എന്ന സന്ദേശമാണ് വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയത്. ആ വീഴ്ചകൾ തിരിച്ചറിയുന്നു എന്നത് പ്രധാനമാണ്. എന്നാൽ അതിലും പ്രധാനം ഇതൊക്കെയായി ഇനി അടുത്തത്, ഇതൊക്കെ തീർന്നല്ലോ, ഇനിയിപ്പോൾ അടുത്തത് പഴയതുപോലെ നടത്താം എന്ന് പറഞ്ഞ് തുടർന്ന് ഇമാതിരി കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു പോയാൽ ഇതിലും ഗുരുതരമായ പതനം അല്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം. ഇനി അഞ്ചാമത്തേതാണ് പൊതുവായി ഇനിയുള്ള കാലത്തും പാർട്ടി പരിശോധിക്കേണ്ട, CPMനെ പോലെ പ്രതിപക്ഷ പാർട്ടി പരിശോധിക്കേണ്ട പ്രധാന കാര്യമാണ് ഭരണപക്ഷത്തിൻ്റെ വിലയിരുത്തലുകൾ
പ്രതിപക്ഷം നിരന്തരമായി നടത്തണം. പ്രതിപക്ഷ നേതൃത്വം നിരന്തരമായ ഇടപെടലിന് മുന്നോട്ട് വരണം എന്നുള്ളതാണ്. അത് ജനങ്ങളിൽ നിന്നും ഏതെങ്കിലും സാങ്കേതികമായി ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നിരന്തരമായി ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു പ്രതിപക്ഷ നേതൃത്വം ഉണ്ടാവുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അതിൻ്റെ തിരിച്ചടി ജനങ്ങളുമായി നിരന്തരം സംവദിക്കാത്തതിൻ്റെ എല്ലാം ജനം നോക്കിക്കൊള്ളുന്നതാണ് CPM-ൻ്റെ പ്രധാന നേതാക്കളുടെ പ്രധാന പരിപാടി. എന്തെങ്കിലും വിമർശനം വന്ന ഉടനെ അതൊക്കെ ജനം മനസ്സിലാക്കുന്നവർ. ഇവിടെ മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് ഈ മനസ്സിലാക്കേണ്ട വിവരം കിട്ടണ്ടേ, അല്ലാണ്ട് നമ്മൾ നിരന്തരം പറയണ്ടേ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്നാണ് പിണറായി വിജയൻ്റെ മകൾക്കെതിരായി നടക്കുന്ന ED അന്വേഷണം. അതിൽ എന്താണ് നടക്കുന്നതെന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ ആ കേസുമായി ബന്ധപ്പെട്ട ആൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് നടത്തുന്നില്ല. വീണ ടി എന്ന് പറയുന്ന സ്വതന്ത്ര വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങളോട് വിശദീകരിക്കണം. കാരണം അത് വലിയ വിചാരണയ്ക്ക് വിധേയമാക്കുന്നത്. അങ്ങനെയുള്ള വിശദീകരണങ്ങളൊന്നുമില്ല. എല്ലാം ജനം മനസ്സിലാക്കിക്കൊള്ളുന്നു എന്ന് വിചാരിക്കുന്നൊരവസ്ഥയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് BJP CPM ഡീൽ എന്ന് പറയുന്ന ആരോപണം ഉണ്ടായപ്പം പറ്റിയ പിഴവിൻ്റെ ഒരു കാര്യം ഇതാണ്. അത് ജനങ്ങളോട് വിശദീകരിക്കാൻ പോയില്ല. അപ്പം നമ്മൾ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോയെന്നാണ് CPM-ൻ്റെ നേതാക്കൾ തന്നെ ഇപ്പോൾ തിരിച്ചറിയുന്നത്. CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റുപറച്ചിലായി അത് കാണണം. അതിന് പല കാരണങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സാന്നിധ്യം, മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അന്തർധാര ഒക്കെ എതിരായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പ്രവർത്തിക്കുന്ന കാര്യം അക്കാലത്ത് തിരിച്ചറിഞ്ഞ് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, പക്ഷേ റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 30 മണ്ഡലങ്ങളിലെ വോട്ട് കണക്ക് വെച്ച് CPM വിലയിരുത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അസാധാരണമായ BJP നീക്കം CPM തിരിച്ചറിയുന്നുണ്ട്. ഭരണത്തിലെത്തി 3ാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഇപ്പോൾ VD സർക്കാരിൻ്റെ സ്ഥിതി? അതുമായി ചേർത്ത് വായിക്കേണ്ട സാഹചര്യമുണ്ട്. പോലീസിലെ നിയമനങ്ങൾ, ഉന്നത IAS നിയമനങ്ങൾ, സർവകലാശാലകളിലെ നടപടികൾ ഒക്കെ കാവ്യവൽക്കരണവുമായി കണക്ട് ചെയ്യപ്പെടുകയാണ്. PM ശ്രീ നടപ്പാക്കാൻ പോകുന്നു എന്ന് ലളിതമായി പറഞ്ഞ് നറേറ്റീവ് സൃഷ്ടിക്കുകയാണ്, അതിനെ പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. എന്തായാലും നടപ്പാക്കാൻ പോവുകയാണ്, ഇപ്പോഴേ ആ നിലയിലേക്ക് പോവുകയാണ്. അദാനി ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയും മംഗലാപുര യാത്രയും സംഘപരിവാർ നീക്കങ്ങളോട് ചേർത്ത് വായിക്കപ്പെടുന്നു. തുറമുഖ വകുപ്പ് ഏറ്റെടുത്തു. വന്ദേ മാതരം ഫുൾ ചൊല്ലി സത്യപ്രതിജ്ഞ ചെയ്തു. MG യൂണിവേഴ്സിറ്റി VC-ആയി RSS നേതാവ് വരുന്നു. 19 RSS-കാർ സെനറ്റിലെത്തുന്നു. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഒരക്ഷരം പറയാത്ത നയപ്രഖ്യാപനം വരുന്നു. ഈ സംഭവങ്ങളെല്ലാം ഇവിടെ നടക്കുന്നു എന്ന് CPM തന്നെ ഇപ്പോൾ പറയുകയാണ്. ഇങ്ങനെയൊക്കെ നടക്കുന്നു. പക്ഷേ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ? ഇത്രയും സംഭവങ്ങൾ CPM ഉണ്ട് എന്ന് പറയുമ്പോഴും അത് വിശദീകരിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ രംഗത്ത് വരുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ മാത്രമല്ല പൊതുമധ്യത്തിൽ കൂടി ഇടപെടേണ്ട ആളാണ്. തിരുത്തൽ പ്രക്രിയയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രതിപക്ഷ നേതാവിൻ്റെ നിരന്തര ഇടപെടൽ അനിവാര്യമായ ഇത്തരം കാര്യങ്ങൾ കൂടി തിരിച്ചറിഞ്ഞ് അതിന് കറക്ഷൻ വരുത്തണം. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അണികളുടെ കാര്യം ഒരു ഭാഗത്ത്, മികച്ച പ്രതിപക്ഷ പ്രവർത്തനം അർഹിക്കുന്ന ജനതയും മറുഭാഗത്തുണ്ട്. പ്രതിപക്ഷം എന്നതും പ്രതിപക്ഷ നേതാവ് എന്നതും നിയമസഭ കൂടുമ്പോൾ ആ കെട്ടിടത്തിനുള്ളിൽ ആക്റ്റീവ് ആകേണ്ട സംവിധാനങ്ങളല്ല. സർക്കാരിന് നിരന്തരം ജാഗ്രതപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇതുവരെ സഭയ്ക്ക് പുറത്ത് ഈ പുതിയ പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടൽ ആരംഭിച്ചിട്ടില്ല. തെറ്റുതിരുത്തൽ അത്തരം രാഷ്ട്രീയ സമീപനങ്ങളിലും സമഗ്രമായി നടപ്പാക്കപ്പെടുക എന്നത് അനിവാര്യമാണ്. എന്തായാലും ഇത്തവണത്തെ CPM-ൻ്റെ തോൽവി അവലോകനത്തിൽ അസാധാരണമായ 2 പ്രത്യേകതകളുണ്ട്. പൊതുസമൂഹത്തിൻ്റെ വിമർശനങ്ങളെ ഈഗോ ഇല്ലാതെ അകത്തേക്കെടുക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത് നാട്ടുകാരിൽ നിന്നും ഇനി അങ്ങോട്ട് അഭിപ്രായം തേടാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. കണ്ണൂരിൽ രക്തസാക്ഷി ഫണ്ട് വിവാദം വന്നപ്പോൾ ജില്ലാ സെക്രട്ടറി KK രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. പയ്യന്നൂരിലടക്കം പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയത് അതാണ്. അതായത് രക്തസാക്ഷി ഫണ്ട് പാർട്ടി കാര്യമാണ്, ആ കണക്ക് പൊതുമധ്യത്തിൽ പറയേണ്ടതില്ല എന്ന്, പാർട്ടിയിൽ പറഞ്ഞോളാം എന്ന്. ഏത് പാർട്ടി? 5.25 ലക്ഷത്തോളം വരുന്ന അംഗങ്ങളുള്ള പാർട്ടിയുടെ കേഡർ സംവിധാനത്തിൽ വോട്ടർമാർ, പൊതുസമൂഹം ആ 5.25 ലക്ഷമല്ലല്ലോ. ഈ 5.25 ലക്ഷം മാത്രമല്ല CPM-ന് സംഭാവന നൽകുന്നത്, അതിന് പുറത്തുള്ള ജനത കൂടിയാണ്. പഴയ കാലമല്ല, 2026 തെരഞ്ഞെടുപ്പിൻ്റെ പരിശോധനയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഗുണകരമായൊരു കാര്യമായി എനിക്ക് ഇതിൽ നിന്നും വ്യതിചലിച്ച് അല്ലെങ്കിൽ ഇതിൽ നിന്നും മാറി ഗുണകരമായൊരു മാറ്റത്തിലേക്ക് CPM പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ 5.25 ലക്ഷത്തിന് പുറത്തേക്ക് പാർട്ടി കടക്കാനുള്ള ഒരു സ്റ്റെപ്പ് വെക്കുന്നു എന്നുള്ളതാണ്. വാട്സപ്പ് വഴി പൊതുസമൂഹത്തിൽ നിന്ന് അഭിപ്രായം തേടി തിരുത്തലിന് അരങ്ങൊരുക്കുകയും പൊതുവിമർശനങ്ങളെ അടക്കം ഉൾപ്പെടുത്തി തിരുത്തുന്നതിലേക്കുള്ള ഒരുക്കം നടത്തുകയും പുതിയതായുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും എന്തൊക്കെയാണെന്ന് കേൾക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. അത് ഏതൊക്കെ സാങ്കേതികമായത് എങ്ങനെ പറ്റും എന്നൊക്കെയുള്ളത് വേറെ കാര്യം. അതിനനുസരിച്ചുള്ള നടപടികൾ ഇനി വരുമോ എന്നുള്ളതാണ്, വരണം എന്നുള്ളതാണ് ഇതിനെ വിശ്വസനീയമാക്കാനുള്ള ഒരു കാര്യം. അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ഇനിയുള്ള കാലം കേഡർമാരെ മാത്രം ബോധ്യപ്പെടുത്തി പാർട്ടിയുടെ പരമ്പരാഗത രീതിയിൽ മുന്നോട്ട് പോയാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതം തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇത് പഴയ കാലമല്ല. തലമുറ മാറ്റം 1/4 നൂറ്റാണ്ടോ 1 ദശകമോ കൊണ്ട് മാത്രമല്ല, ഒരു വർഷവും ഓരോ വർഷവും തലമുറ മാറ്റത്തിൻ്റെതാണ്, ഓരോ നിമിഷവും മാറ്റത്തിൻ്റെതാണ്. ഓരോ പുതിയ ആപ്പ് വരുമ്പോഴും തലമുറ മാറുകയാണ്. അത് തിരിച്ചറിയാതെ പരമ്പരാഗത രീതികളുമായി പോയാൽ പ്രത്യയശാസ്ത്രവും മേന്മകളെക്കുറിച്ചുള്ള വാചകങ്ങളും നിലനിൽക്കും, പാർട്ടി ഉണ്ടാകില്ല. സമഗ്രതലത്തിൽ മാറ്റത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സമീപനങ്ങൾ CPM രൂപപ്പെടുത്തട്ടെ. ഒപ്പം നശീകരണാത്മകമായി നാലുപാട് നിന്നും വരുന്ന കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാനും കഴിയട്ടെ. നന്ദി, നമസ്കാരം.